പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 14 പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനമാണ്. ഇന്ത്യ ഗവൺമെൻറ് വിഭജന ദുരന്ത അനുസ്മരണ ദിനമായിട്ടും ആചരിക്കുന്നു. 1940 മാർച്ച് 23 മുസ്ലിം ലീഗ് പാർട്ടി പാകിസ്ഥാൻ പ്രമേയം പാസ്സാക്കുന്നത്. ലാഹോർ റെസൊല്യൂഷൻ എന്നറിയപ്പെടുന്ന, പിൽക്കാലത്ത് പാകിസ്ഥാൻ റെസൊല്യൂഷൻ എന്നറിയപ്പെട്ട ആ ഒരു പ്രമേയം പാസ്സാക്കിയത് 1940 മാർച്ച് 23 1947 ജൂൺ 3 ആകുമ്പോഴത്തേക്കും അവരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. കഷ്ടിച്ച് 7 കൊല്ലമേ വേണ്ടി വന്നു. 1947 ഓഗസ്റ്റ് 14 അത് യാഥാർത്ഥ്യമായി. അങ്ങനെ പാകിസ്ഥാൻ എന്നൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം തെക്ക് കിഴക്ക് ഏഷ്യയിൽ രൂപീകൃതമായി. ഇതങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് പല തിയറികളുമുണ്ട്. 7 കൊല്ലം കൊണ്ടല്ല, അതിനു മുമ്പ് തന്നെ അതിനുള്ളൊരു സ്പീഡ് വർക്ക് തുടങ്ങിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 1905 ബംഗാൾ വിഭജനം മുതൽക്ക് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് ഒരു ശ്രമം ബ്രിട്ടീഷുകാരുടെ ആഭിമുഖ്യത്തിൽ നടന്നിരുന്നു. ലോർഡ് കേഴ്സൻ്റെ സമയത്താണ് ബംഗാൾ വിഭജനം ഉണ്ടാകുന്നത്. 1906 ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു. അതിനും ബ്രിട്ടീഷുകാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. 1907 മിൻറ്റോ മോർലി റിഫോംസ് എന്നറിയപ്പെട്ട ഭരണപരിഷ്കാരങ്ങൾ നിലവിൽ വന്നു, പ്രഖ്യാപിക്കപ്പെട്ടു. അതിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു. പിന്നീട് ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ലീഗിനെ പ്രീണിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഒക്കത്ത് വെച്ച് കൊണ്ടെടുക്കുകയും അവർക്ക് മാമു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. ഈ ലീഗ് നേതാക്കന്മാർ മിക്കവരും തന്നെ ബ്രിട്ടീഷ് മച്ചമ്പികളുമായിരുന്നു. അവർക്ക് മുസ്ലിം പൊതുസമൂഹത്തിൽ എന്തുമാത്രം അംഗീകാരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സംശയാസ്പദമാണ്. പിന്നെ അതിനൊരു മാറ്റമുണ്ടായത് 1-ാം ലോക യുദ്ധത്തിന് ശേഷം, പ്രത്യേകിച്ച് തുർക്കിയുടെ സ്വയംനിർണയാവകാശവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഖിലാഫത്ത് സമരം തുടങ്ങിയപ്പോഴാണ്. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അബുൽ കലാം ആസാദ് മുതലായ നേതാക്കന്മാരൊക്കെ കോൺഗ്രസുമായിട്ട് സഹകരിച്ച് പ്രസംഗിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഘോരമായ പ്രസംഗങ്ങൾ നടത്തുകയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് സമരം നടക്കുകയും പിന്നെ നമ്മുടെ ഇവിടെ മലബാർ ലഹള അടക്കമുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവിച്ചു. പക്ഷേ ഈ ഹിന്ദു മുസ്ലിം ഐക്യം വളരെ ക്ഷണികവും ക്ഷണഭങ്കുരവുമായിരുന്നു. ഈ നിസ്സഹകരണ സമരം പിൻവലിച്ചുകൂടി മുസ്ലിങ്ങൾ ഞങ്ങളെ ഗാന്ധി വഞ്ചിച്ചു എന്ന വികാരത്തിന് അടിമപ്പെട്ടു. 1923 24 ഭയങ്കരമായ വർഗീയ ലഹളയുണ്ടായി വടക്കേ ഇന്ത്യയിൽ. പല സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്ന പോലുള്ള സംഭവങ്ങളുണ്ടായി. അതിനുശേഷം മഹാത്മജി 21 ദിവസത്തെ ഗംഭീരമായ ഐതിഹാസികമായ ഉപവാസ സമരം നടത്തി. അത് ഒരുപക്ഷെ മരിച്ചു പോകുമായിരുന്നു, പക്ഷേ ആരെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ടും ഹിന്ദു മുസ്ലിം ലഹളയൊന്നും തീർന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ കാര്യങ്ങൾ ജില്ലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നു. ഗാന്ധിജി വീണ്ടും ജയിലിൽ പോകുന്നു. ഗാന്ധി ഇർവിൻ സന്ധി ഉണ്ടാകുന്നു. അങ്ങനെ പിന്നെയും മുമ്പോട്ട് പോകുന്നു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കും. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടന. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 1937 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വമ്പിച്ച വിജയം നേടുന്നു. മുസ്ലിം ലീഗ് തോറ്റ് തുന്നം പടന്നു. അപ്പോഴത്തേക്കും ലീഗിൻ്റെ നേതാവായിട്ട് സാക്ഷാൽ ജിന്ന വന്നു കഴിഞ്ഞു. ലീഗ് ഗംഭീരമായിട്ട് തോൽക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രവിശ്യകളിലാണ് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായത്. UP പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം അവർക്ക് കാഴ്ചവെക്കാൻ കഴിയും. അങ്ങനെ തോറ്റ് തുന്നം പാടി നിൽക്കുന്ന ലീഗ് വിജയശ്രീ ലാളിതനായി പല പ്രവിശ്യകളിലും സർക്കാരുണ്ടാക്കിയ കോൺഗ്രസ്. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ 2-ാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു 1939. അവിടെയാണ് നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് അടിതെറ്റുന്നത്. ഞാൻ ഈ വിഷയമാണ് ഇവിടെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. ജിന്ന അങ്ങനെ ലീഗ് പാകിസ്ഥാൻ നേടിയെടുത്തു എന്നല്ല, നമ്മുടെ നാട്ടിലെ അന്നത്തെ മഹാന്മാരായ കോൺഗ്രസ് നേതാക്കന്മാർ ഇതിൽ എന്തുമാത്രം പങ്കുവഹിച്ചു എന്ന വിഷയമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, രാജഗോപാലാചാര്യ അടക്കമുള്ള കോൺഗ്രസിൻ്റെ ടോപ്പ് ബ്രാസ് ഇതിൽ എന്തുമാത്രം സഹകാരികളായി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിശൂന്യമായ ഓരോ നടപടികൾ എങ്ങനെ പാകിസ്ഥാൻ രൂപീകരണത്തെ ത്വരിതപ്പെടുത്തി, എങ്ങനെ കോൺഗ്രസിൻ്റെ മുസ്ലിം വോട്ട് ബാങ്ക് ഉപ്പുവെച്ച കലം പോലെയായി, എങ്ങനെ മുസ്ലിം ലീഗ് വളരെ ശക്തമായി, മുസ്ലിങ്ങളുടെ സോൾ ബാർഗൈനിങ് ഏജൻ്റായിട്ട് എങ്ങനെ ജിന്ന മാറി എന്ന വിഷയമാണ് നമ്മളിവിടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യുന്നത്. ഇത് വളരെ വിപുലമായ വിഷയമാണ്. താൽക്കാലം പരമാവധി ചുരുക്കി പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് കിടക്കാം. 2-ാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു 1939. അന്ന് നെവിൽ ചെമ്പർലൈനാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ലിൻലിത്ഗോ പ്രഭുവാണ് ഇന്ത്യയിൽ വൈസ്രോയി. ജർമ്മനിക്കെതിരായി ഇറ്റലിക്കെതിരായിട്ടാണ് പ്രധാനമായിട്ടും യുദ്ധം ആരംഭിക്കുന്നത്. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കും. ലിൻലിത്ഗോ പ്രഭു
ബ്രിട്ടീഷ് ഇന്ത്യയും യുദ്ധത്തിൽ ചേർന്നതായിട്ട് പ്രഖ്യാപിക്കും. അദ്ദേഹത്തിനോട് ചാമ്പർലൈൻ പറഞ്ഞതനുസരിച്ച് പ്രഖ്യാപിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ആ സമയത്ത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ പ്രകോപിതരാകുന്നു. ഞങ്ങളോട് ആലോചിക്കാതെ, ആരോട്, ഗാന്ധിയോടും നെഹ്റുവിനോട് ആലോചിക്കാതെ ലില്ലിത് ഗോ പ്രഭു എന്തിന് ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചു എന്ന $1 മില്യൺ അല്ലെങ്കിൽ £1 മില്യൺ ക്വസ്റ്റ്യനാണ് അവർ ഉന്നയിച്ചത്. നല്ല രസമില്ലേ? ബ്രിട്ടീഷുകാർ ജർമ്മനിയോട് യുദ്ധം പ്രഖ്യാപിക്കാനായിട്ട് ഇവിടെയുള്ള ഈ നേതാക്കന്മാരുടെ അനുവാദം മേടിക്കണം. അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് ലില്ലിത് ഗോ പറഞ്ഞു. ഉടനെ തന്നെ ഇവരെന്ത് ചെയ്തു? അവർ പ്രതിഷേധിക്കുകയോ വൈസ്രോയുടെ കോലം കത്തിക്കുകയോ ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം, നമ്മളൊക്കെ ചെയ്യുന്നതാണ്. അതിന് പകരം ഈ പല പ്രവിശ്യകളിലും ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ രാജിവെച്ചു. എനിക്കോട് AK ആൻ്റണിയുടെ ഒരു മൂത്താപ്പയായിരുന്നു ഗാന്ധി. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനത്തൊരു പണ്ടത്തെ ചെയ്യും. കോൺഗ്രസ്സുകാരുടെ കയ്യിലുണ്ടായിരുന്ന അധികാരം വലിച്ചെറിഞ്ഞ് അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചു എന്ന് വെച്ച് ഈ പ്രവിശ്യകളിൽ സർക്കാരിലുണ്ടാവും ഇല്ല. അവിടെ ഉണ്ടായിരുന്ന സകല വയറ്റിപ്പഴപ്പുകാരെയും ഹിന്ദു മഹാസഭക്കാരെയും അതുപോലെ ലീഗുകാരെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് തട്ടിക്കൂട്ട് അവിയൽ മന്ത്രിസഭകൾ ഉണ്ടാക്കി. അതോടെ ലീഗുകാർക്ക് വലിയ സന്തോഷമായി. കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ച ദിവസം ഡിസംബർ 22 എൻ്റെ ഓർമ്മ. അന്ന് ലീഗുകാർ വിമോചന ദിനമായിട്ട് ആഘോഷിച്ചു. കോൺഗ്രസ് ഇബിലീസുകൾ പോയല്ലോ, ഞമ്മൻ്റെ ഭരണം വന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 1939 അവസാനിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ പെരുവഴിയിലായി, ലീഗുകാർ അധികാര സോപാനത്തിൽ കയറി. അവരവിടെ ഇരുന്നു കൊണ്ട് പിൽക്കാലത്ത് കേരളത്തിലൊക്കെ ചെയ്ത പോലെ കഴിയാവുന്നത്ര സൗകര്യങ്ങൾ സ്വന്തം സമുദായക്കാർക്ക് നേടിക്കൊടുത്തു. ലീഗുകാരുടെ ഭരണമായിരുന്നു സത്യത്തിൽ ഈ 39 തൊട്ട് 45 വരെ രാജ്യത്ത് നടന്നത്. അതുമാത്രമല്ല, കോൺഗ്രസ്സുകാർ വേറൊരു ബുദ്ധിമോശം കൂടി കാണിച്ചു. ബ്രിട്ടൻ്റെ യുദ്ധ സന്നാഹങ്ങളിൽ ഇന്ത്യ ഒരു തരത്തിൽ സഹകരിക്കില്ല, ഒറ്റ ഇന്ത്യക്കാരനും പട്ടാളത്തിൽ ചേരുകയില്ല എന്നിവർ പ്രഖ്യാപിച്ചു. ഇന്ത്യക്കാരൻ മീൻസ് കോൺഗ്രസ്സുകാർ അല്ലെങ്കിലും പട്ടാളത്തിൽ ചേരുകയില്ല, അവർക്ക് വെടി പുക എന്നൊക്കെ പറഞ്ഞ് പേടിയുള്ള ആൾക്കാരാണ്. കോൺഗ്രസ്സുകാരെ അറിഞ്ഞിരുന്നില്ല, പക്ഷേ 25 ലക്ഷം ഇന്ത്യക്കാർ ദാരിദ്ര്യം കൊണ്ടാണ് എങ്കിൽ പോലും പട്ടാളത്തിൽ ചേർന്നു. ഈ എന്താണ് സൂഡാനിലും ഈജിപ്തിലൊക്കെ പോയി ജർമ്മൻകാരുടെ യുദ്ധം ചെയ്ത് ആരെന്ന് വരിച്ച് ഇവിടെ നിന്നുള്ള കൂലി പട്ടാളക്കാരായിരുന്നു, പാവങ്ങളായിരുന്നു. മുസ്ലിം ലീഗ് നേരെ മറിച്ച് വേറൊരു സ്റ്റാൻഡ് എടുത്തു. അവർ പറഞ്ഞു ദേശാഭിമാനമുള്ള എല്ലാ മുസ്ലിമീങ്ങളും പട്ടാളത്തിൽ ചേരണം, നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം മാറും, ബ്രിട്ടീഷുകാരും ശക്തിപ്പെടും, സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ബ്രിട്ടനുമായിട്ട് പരിപൂർണമായിട്ട് ലീഗ് സഹകരിക്കും. സിഖ് നേതാക്കന്മാരും ഏതാണ്ട് ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. നമ്മൾ തീർച്ചയായിട്ടും ബ്രിട്ടീഷുകാരെ സഹായിക്കണം. ഈ കോൺഗ്രസ്സുകാർ പല ഉടായിപ്പുകളും പറയും, അതൊന്നും വിശ്വസിക്കരുത് എന്ന്. അങ്ങനെ മുസ്ലിങ്ങളും സിഖുകാരും അടക്കമുള്ള സൈനികർ ദാരിദ്ര്യം കൊണ്ട് ചില ഹിന്ദുക്കളൊക്കെ പോയിട്ട് അവരുമൊക്കെ പോയിട്ട് മലയിലും അതുപോലെ ഈജിപ്തിലൊക്കെ വീരോചിതമായിട്ട് സമരം ചെയ്തു, യുദ്ധം ചെയ്തു. കുറേ പേരൊക്കെ വെടികൊണ്ട് മരിച്ചു, ബാക്കിയുള്ളവരൊക്കെ തിരിച്ച് വീട്ടിലെത്തി. അതൊക്കെ വേറെ കഥയാണ്. അങ്ങനെ ബ്രിട്ടന് ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് ബ്രിട്ടീഷുകാരെ പുറകിൽ നിന്ന് കുത്തിയവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. അവരത് പിന്നെ താത്വികമായിട്ടുള്ള പല പരിപ്രേക്ഷ്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്. പിന്നെ ബ്രിട്ടീഷുകാർക്ക് ഈ കോൺഗ്രസ്സിനോട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഏറ്റവും നിർണായകമായ സമയത്ത് അവരെ പിന്നിൽ നിന്ന് കുത്തിയവരാണ് ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അന്നത്തെ മഹാന്മാരായ കോൺഗ്രസ് നേതാക്കന്മാർ. ഇതേ സമയത്ത് അവരോട് പരമാവധി സഹകരിച്ച ആളാണ് ആര്? ഖ്വയ്ദെ ആസം മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല, അതിൻ്റെ പ്രാഗ്രൂപമായ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്. അത് കഴിഞ്ഞ് അധികം വൈകാതെ 1940 മാർച്ച് 23 ലാഹോർ റെസൊല്യൂഷൻ പാസ്സാവുന്നു. ഒരു സെപ്പറേറ്റ് മുസ്ലിം ഹോം ലാൻഡ് ആവശ്യമാണ്. ആദ്യം ആരും അത് ഗൗനിച്ചില്ല. ലില്ലിത് ഗോ പോലും ഇത് തമാശയായിട്ടാണ് എടുത്തത്. പക്ഷേ അധികം വൈകാതെ ബ്രിട്ടനിൽ ഭരണമാറ്റമുണ്ടായി. നെവിൽ ചാമ്പർലൈൻ മാറിയിട്ട് വിൻസ്റ്റൺ ചർച്ചിൽ പ്രധാനമന്ത്രിയായിട്ട് വന്നു. ഇന്ത്യക്കാരോട് പൊതുവിലും കോൺഗ്രസ്സുകാരോട് വിശേഷിച്ചും മഹാത്മാഗാന്ധിയോട് അതിനേക്കാൾ വിശേഷിച്ചും വലിയ വിദ്വേഷം വെച്ച് പുലർത്തിയിരുന്ന ആളാണ് ചർച്ചിൽ. മഹാത്മാഗാന്ധി ഉപവാസ സമരം നടന്നു കേട്ടപ്പോൾ ചർച്ചിൽ ചോദിച്ചാൽ ആ കിളവൻ ഇതുവരെ ചത്തില്ല എന്നാണ്. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇന്ത്യക്കാരോടുള്ള അട്ടർ കണ്ടംപ്റ്റ് എന്തായിരുന്നു ഊഹിക്കാവുന്നു. അങ്ങനെയുള്ള ചർച്ചിൽ വന്നപ്പോൾ ലില്ലിത് ഗോ പ്രഭു മുഹമ്മദ് അലി ജിന്നയെ വിളിപ്പിച്ചു. ജിന്ന പറഞ്ഞു, സകല സഹായങ്ങളും ഞങ്ങൾ ചെയ്യും, പക്ഷേ ഒറ്റ കണ്ടീഷൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ഹോം ലാൻഡ് ഞങ്ങൾക്ക് തരണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ പാർக்கலாம் എന്ന് ലില്ലിത് ഗോ പറഞ്ഞു. യുദ്ധം വളരെ ഗംഭീരമായിട്ട് നടന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഒത്തുതീർപ്പിനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞൊരു സംവിധാനം വരുന്നുണ്ട്. കോൺഗ്രസ്സുകാർ അത് ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞു. പിന്നീട് ക്രിപ്സ് മിഷൻ വരുന്നുണ്ട്. സർ സ്റ്റാഫോർഡ് ക്രിപ്സിനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട് സഹകരണം ചോദിക്കുന്നു. പക്ഷേ കോൺഗ്രസ്സുകാരിക്കില്ല. കോൺഗ്രസ്സുകാർ താത്വികന്മാരും ദാർശനികന്മാരുമാണ്, വലിയ ആദർശവാദികളാണ്. അയക്കാനയുടെ മൂത്താപ്പന്മാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ബ്രിട്ടനെ ഞങ്ങൾ സഹായിക്കില്ല എന്ന് പറയും.
കമ്മ്യൂണിസ്റ്റുകാരും ആദ്യം ഈ നിലപാടെടുത്ത, പക്ഷേ പിന്നീട് അവർ നിലപാട് മാറ്റി. അതൊക്കെ വേറെ കഥയാണ്. സോഷ്യലിസ്റ്റുകാരും ഭയങ്കര ബ്രിട്ടീഷ് വിരുദ്ധന്മാരായിരുന്നു. അത് കഴിഞ്ഞ് 1941 ഡിസംബറിൽ വേറൊരു വലിയ സംഭവം കൂടി ഉണ്ടായിരുന്നു. അതെന്താണ്? ഡിസംബർ 7-ാം തീയതി ജപ്പാൻ പേൾ ഹാർബർ ആക്രമിക്കുന്നു. അമേരിക്ക യുദ്ധത്തിലേക്ക് വരുന്നു. ജപ്പാൻ കിഴക്കൻ മേഖലയിൽ അതിഭീകരമായ മുന്നേറ്റം നടത്തുന്നു. അവർ കൊറിയയിൽ നേരത്തെ തന്നെ കൊടി പാറിച്ചിരുന്നു, ചൈനയിലും പാറിച്ചിരുന്നു. അവിടെ നിന്ന് ഡച്ചുകാരിൽ നിന്ന് ഈസ്റ്റ് ഇൻഡീസ് പിടിക്കുന്നു, ഇപ്പോഴത്തെ ഇന്തോനേഷ്യ. അമേരിക്കക്കാരിൽ നിന്ന് ഫിലിപ്പീൻസ് പിടിക്കുന്നു. ബ്രിട്ടീഷുകാരിൽ നിന്ന് മലയ കീഴടക്കുന്നു. സിംഗപ്പൂർ എന്ന് പറഞ്ഞ വലിയ നേവൽ ഹെഡ്ക്വാർട്ടേഴ്സാണ്, അത് പിടിക്കുന്നു. ബ്രിട്ടൻ്റെ അഭിമാനഭാജനങ്ങളായ പ്രിൻസ് ഓഫ് വെയിൽസ്, റിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ കപ്പലുകൾ മുക്കുന്നു. അത് കഴിഞ്ഞ് ബർമ്മ പിടിക്കുന്നു. ബർമ്മയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാരനെ മുട്ടിടിച്ചു. കാരണം എന്ന് വെച്ചാൽ അത്ര വലിയ മുന്നേറ്റമാണ്. ആ സമയത്ത് ബ്രിട്ടീഷുകാർ വീണ്ടും ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരോട് യാചിക്കുന്നു, ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങളോട് സഹകരിക്കൂ ഈ യുദ്ധത്തിൽ. ജപ്പാൻകാർ നിങ്ങളെ പഠിക്കെത്തി. ബ്രിട്ടീഷുകാരുടെ ഭരണം പോലെ ആയിരിക്കില്ല ജപ്പാൻ്റെ ഭരണം. അതിഭയാനകമായ അടിച്ചമർത്തലും മനുഷ്യാവകാശ ലംഘനവുമായിരിക്കും. അവർ പോയ സ്ഥലങ്ങൾക്ക് നശിപ്പിച്ചിട്ടാണ് വരുന്നത്. സംശയമുണ്ടെങ്കിൽ ഇന്തോനേഷ്യക്കാരോട് ചോദിക്കും, അല്ലെങ്കിൽ ഫിലിപ്പീനോസിനോട് ചോദിക്കും, അല്ലെങ്കിൽ തൊട്ടയൽ രാജ്യമായ ബർമ്മക്കാരോട് ചോദിക്കും. പക്ഷേ ഗാന്ധിജിമാൻ ഇതൊന്നും ബോധ്യമില്ല. പുള്ളി താത്വിക നിലപാട് സ്വീകരിച്ചു. പുള്ളി പറഞ്ഞു, ബ്രിട്ടീഷുകാരെ ഏറ്റവും പെട്ടെന്ന് രാജ്യം വിട്ടു പോകുക, ക്വിറ്റ് ഇന്ത്യ. നിങ്ങൾ രാജ്യം വിട്ടു പോകും, ജപ്പാന് ഞങ്ങൾ നോക്കിക്കോളാം. എന്ത് തമാശയെന്ന് ആലോചിച്ചു. ഇല്ല, ഇവിടെ ചില മാർക്സിസ്റ്റുകാർ പറയുന്ന പോലെ BJP തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസിൻ്റെ ഒരു സഹായം വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക് BJP നേരിടാം എന്ന് പറഞ്ഞ പോലത്തെ ബുദ്ധിയായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് മാറിയ ഗാന്ധിമാനുണ്ടായത്. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ സമരം നമ്മൾ നടത്താൻ പോവുകയാണ്. നെഹ്റു അടക്കമുള്ള ആൾക്കാർ അംഗീകരിച്ചു. അങ്ങനെയാണ് 1942 ഓഗസ്റ്റ് മാസത്തിൽ ഓഗസ്റ്റ് വിപ്ലവം എന്ന് പിന്നീട് അറിയപ്പെട്ട ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടായത്. ബ്രിട്ടീഷുകാർ മര്യാദക്കാരായതുകൊണ്ട് ദേശീയ നേതാക്കന്മാരാരും ഇല്ലായ്മ ചെയ്തില്ല, അവരെയൊക്കെ ജയിലിലടച്ചു. 10,000-കണക്കിന് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ ശരിയാണ്, സത്യമാണ്. നമ്മുടെ ദേശീയ സമരം ആളിക്കത്തി എന്നുള്ളത് ശരിയാണ്. അന്ന് ജയിലിൽ പോയ നേതാക്കന്മാർ ഗാന്ധിജി 44-ൽ പുറത്തിറങ്ങി, മറ്റുള്ളവർക്ക് 45-ൽ പുറത്തിറങ്ങി. പക്ഷേ ഇതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അത് ചരിത്രകാരന്മാർ പറയില്ല. ആ സമയത്ത് ലീഗ് അതിഭയങ്കരമായ പ്രചരണം അഴിച്ചു. അവർ പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല. ഇസ്ലാം അപകടത്തിൽ, എല്ലാ മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നമുക്ക് പാകിസ്ഥാൻ നേടിയെടുക്കണം. ലഡ്കെ ലെങ്കെ പാകിസ്ഥാൻ, പോരാടി നേടും പാകിസ്ഥാൻ. അതിൻ്റെ മലയാളമുണ്ട്. 10 അണയ്ക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ. ഇവിടെ ഈ ഏറനാട്ടിലും വള്ളുവനാട്ടിലൊക്കെ ലീഗുകാർ വിളിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മുടെ KM ഷാജിയുടെയും N ഷംസുദ്ദീൻ്റെയൊക്കെ പൂർവികന്മാർ വിളിച്ച മുദ്രാവാക്യമാണ് 10 അണയ്ക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ. അവർക്കറിയില്ലായിരുന്നു പാകിസ്ഥാൻ വരാൻ പോണി ഇവിടെ ഒന്നുമല്ല, അങ്ങ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും കിഴക്കേ ഇന്ത്യയിലുമാണെന്നുള്ളത്. ഇത് രാജ്യത്തെമ്പാടും മാറ്റുള്ളി കൂട്ടും ഈ മുദ്രാവാക്യം, ലഡ്കെ ലെങ്കെ പാകിസ്ഥാൻ. അങ്ങനെ മുസ്ലിം ബെല്ലിജറൻസി, യുദ്ധസന്നദ്ധത വ്യാപിച്ചു. 45 യുദ്ധം അവസാനിച്ചു. പക്ഷേ ഇന്ത്യക്കാർക്ക് ചെറിയൊരു ഭാഗ്യമുണ്ടായിരുന്നു. ചർച്ചിലായിരുന്നു പ്രധാനമന്ത്രിയെ തുടർന്നിരുന്നെങ്കിൽ ഇന്ത്യ രണ്ടായിട്ടല്ല വിഭജിക്കുക, പലതായിട്ട് വിഭജിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്ര തിരുവിതാംകൂർ ഉണ്ടാവും. ഈ പറയുന്നത് ഞാനൊരു ട്രാവൻകൂറിയൻ ആയിട്ട് നിങ്ങളോട് സംസാരിക്കേണ്ടത്, മനസ്സിലായോ? അതുപോലെ സ്വതന്ത്ര ഹൈദരാബാദ് ഉണ്ടാകുമായിരുന്നു, സ്വതന്ത്ര ഭോപ്പാൽ ഉണ്ടാകുമായിരുന്നു, സ്വതന്ത്ര പാട്യാല ഉണ്ടാകുമായിരുന്നു, സ്വതന്ത്ര സൗരാഷ്ട്ര, സ്വതന്ത്ര ജൂനാഗഡ് ഉണ്ടാകുമായിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ 45-ലെ തെരഞ്ഞെടുപ്പിൽ യുദ്ധം ജയിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ സാക്ഷാൽ ചർച്ചിലിനെ തോപ്പിച്ചു. ചർച്ചിൽ സാഹിബേ, ഇത്രയും നാളും ഞങ്ങൾ നയിച്ചല്ലോ, ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്, ഇനി താങ്കൾ കുറച്ചാലും വിശ്രമിക്കും എന്ന്. അങ്ങനെ ചർച്ചിൽ തോറ്റു. അദ്ദേഹത്തിൻ്റെ യാഥാസ്ഥിതിക പാർട്ടി പരാജയപ്പെട്ടു. ക്ലമൻ്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു. ഈ ആറ്റ്ലി പണ്ട് തൊട്ട് ഇന്ത്യക്കാരോട് സ്നേഹമുള്ള ആൾ, നെഹ്റുവിനോടും സ്നേഹമുള്ള ആൾ. അങ്ങനെ നെഹ്റുവുമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പുള്ളി ലില്ലിത് ഗോരെ തിരിച്ചു വിളിച്ചു. പകരം വേവൽ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് അയച്ചു. വേവൽ പ്രഭു ഇവിടെ വന്നപ്പോൾ സംഗതിയൊക്കെ വെന്ത് പാകമായിരിക്കുകയാണ്. ഇനി വേവാനൊന്നും ബാക്കിയില്ല, വെന്ത് അവിഞ്ഞിരിക്കുകയാണ്. പുള്ളി പരമാവധി ശ്രമിച്ചു നോക്കി, ആൾ പാവമായിരുന്നു, ശുദ്ധഗതിക്കാരനായിരുന്നു. പക്ഷേ എന്ത് കേട്ടും ഇവിടെ ഒരു ഒത്തീർപ്പിനും സാധ്യതയില്ല. പക്ഷേ 46 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ റിസൾട്ട് വളരെ കൃത്യമാണ്. ഹിന്ദു ഭൂരിപക്ഷമുള്ള എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിം സംവരണ മണ്ഡലങ്ങളിൽ മുഴുവനും മുസ്ലിം ലീഗ് ജയിച്ചു. മുസ്ലിം ലീഗ് വമ്പിച്ച മുന്നേറ്റമുണ്ടാക്കി. എവിടെ? മദ്രാസിൽ, ബോംബെയിൽ, UP-യിൽ, ബീഹാറിൽ, പഞ്ചാബിലും ബംഗാളിലുമാണ് കുറച്ചെങ്കിലും അവർക്ക് ആ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റാതെ പോയത്. മറ്റെല്ലായിടങ്ങളിലും
വലിയ മുന്നേറ്റം ഉണ്ടാക്കി സിന്ധിൽ. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിൽ കോൺഗ്രസിനാണ് മേൽക്കൈ കിട്ടിയത്. അന്ന് ഗാഫർ ഖാനുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇതാണ് സംഭവിച്ചത്. അതോടുകൂടി പാകിസ്ഥാൻ്റെ ലെജിറ്റിമസി വർദ്ധിച്ചു. പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോഴും ആറ്റ്ലി വേറെ കൈ കളിച്ചു. എങ്ങനെയെങ്കിലും വിഭജനം ഒഴിവാക്കണം എന്ന് വിചാരിച്ച് ക്യാബിനറ്റ് മിഷന് അയച്ചു. ക്യാബിനറ്റ് മിഷൻ ഇവിടെ ഒന്നും അവർക്ക് മനസ്സിലായി സംഗതി സീരിയസ് ആണ്. ഈ ചെറിയ ഒത്തീർപ്പുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. അവർ തലപുകഞ്ഞ് ആലോചിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി. അതാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്നറിയപ്പെടുന്നത്. അത് പ്രകാരം ഇന്ത്യയെ 3 മേഖലകളാക്കി മാറ്റാം. ഒന്ന് വടക്ക് പടിഞ്ഞാറൻ മേഖല, ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശം. 2 കിഴക്കൻ മേഖല, ബംഗാളും ആസാമും ഉൾപ്പെട്ട പ്രദേശം. 3-മത്തേത് മധ്യ മേഖല, നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ ആയിരിക്കുന്ന പ്രദേശം. അപ്പോൾ ഇത് തത്വത്തിൽ ആദ്യം ലീഗ് എതിർത്തു, പിന്നെ അവസാനം ലീഗുകാർ അംഗീകരിച്ചു. അത് വച്ച് ഒരു പക്ഷേ ഇന്ത്യ വിഭജനം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ നെഹ്റു സാറിന് ഒരു ചെറിയ അബദ്ധം പറ്റി. പുള്ളിക്ക് പറ്റിയ ഒരു ഒറ്റ നാക്കുപിഴയിൽ ഇത് സംഗതി പൊളിഞ്ഞുപോയി. ആ ഒറ്റ നാക്കുപിഴയാണ് നമ്മുടെ രാജ്യത്തെ വിഭജനം സമ്പൂർണ്ണമാക്കിയത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അടിയിൽ എന്തായിരുന്നു നാക്കുപിഴ എന്ന് എഴുതി ചോദിച്ചു. ഏതായാലും ഇതും കൂടി പറഞ്ഞേക്കാം. ഇപ്പോൾ തന്നെ നീണ്ടുപോയി, എങ്കിലും പറയാതിരിക്കാൻ നിർത്തിയില്ല. പത്രക്കാർ നെഹ്റുവിനോട് ചോദിച്ചു, നിങ്ങൾ ഈ 3 മേഖലകൾ അംഗീകരിച്ചല്ലോ, ഇതെങ്ങനെ മുന്നോട്ട് പോകും? പുള്ളി പറഞ്ഞു, അതിപ്പോൾ നമ്മൾ താത്വികമായിട്ട് അംഗീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് ഭരണം കിട്ടിക്കഴിയുമ്പോൾ അതൊക്കെ മാറ്റും. അപ്പോൾ ലീഗുകാർക്ക് മനസ്സിലായി ഇയാൾ നമ്മളെ ഏമാത്താനുള്ള പരിപാടിയാണ്. ഏത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മന്ത്രിസഭ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ മേഖലകൾ അംഗീകരിക്കില്ല, നിങ്ങൾ നിങ്ങളെ പണി നോക്കൂ എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ആപ്പീസ് കൂട്ടും. പാകിസ്ഥാൻ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എന്താണ് ഉത്തരത്തിലിരുന്ന് കിട്ടിയില്ല, കക്ഷത്തിലിരുന്ന് പോയിച്ച്. അപ്പോൾ ഒക്കന്ത മുത് വീഴാനും വയ്യ, സമയാളാക്കിയ കൈ പൊക്കം വേണം എന്നുള്ള പരിപാടിയാണ് നെഹ്റുവിൻ്റെ എന്ന് മനസ്സിലായപ്പോൾ ലീഗുകാർ പറഞ്ഞു താൻ തന്നെ പണി നോക്കണോ എന്ന്. അങ്ങനെ ഇന്ത്യ വിഭജനം അനിവാര്യമായി. 1947 ജൂൺ 3 പ്ലാൻ വന്നു. അതാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള വിഭജനം. ഇന്ത്യയെ 2 രാജ്യങ്ങളാക്കി വിഭജിച്ചു. ഒന്ന് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള, അല്ലെങ്കിൽ അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇന്ത്യ, മറ്റത് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ചേർത്തുകൊണ്ട് പാകിസ്ഥാൻ. അങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടായത്. പാകിസ്ഥാൻ പിന്നെ പാകിസ്ഥാൻ എന്നൊക്കെ വേറെ കഥയാണ്, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും ഇന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന എല്ലാ പാകിസ്ഥാൻകാർക്കും, ഇന്ത്യയിലുള്ള പാകിസ്ഥാൻകാരടക്കം, പാകിസ്ഥാൻ ചിന്താധികാരടക്കം എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നു. പാകിസ്ഥാനോട് ഒരു വിരോധമുള്ള ആളിനെ അതുകൊണ്ട് പറഞ്ഞേക്കട്ടെ. കഴിഞ്ഞ പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ വാഷിങ്ടണിലായിരുന്നു. അന്ന് അവിടുത്തെ ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ച് ഇപ്പോഴും വളരെ രുചിയോടുകൂടി ഓർക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രീൻ സലാം.